കണ്ടില്ലപ്പാറ നായാടംപൊയിൽ മേഖലയിൽ 38 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി ഏറ്റെടുത്തുവെന്ന വനം വകുപ്പിന്റെ പ്രഖ്യാപനത്തിനെതിരെ ജനപ്രതിനിധികൾ രംഗത്ത്. റവന്യൂ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തത് അംഗീകരിക്കില്ലെന്ന് ജനപ്രതിനിധികൾ വനം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞു. അക്രമകാരികളായ കാട്ടാനകളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് വനം വകുപ്പ് നടപടിയിൽ പ്രതിഷേധം അറിയിച്ചത്. കുടിയേറ്റ കർഷകരും ആദിവാസികളും 70 വർഷത്തിലേറെയായി താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് വനം വകുപ്പ് നിലവിൽ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇത് അംഗീകരിക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും തോണിയിൽ സുരേഷ് പറഞ്ഞു. ഫോറസ്റ്റിന്റെ നിയമപ്രകാരം കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേറിയ കേസെടുക്കുന്നതാണ്. അത് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, താഴ്ത്തിക്കൽ നിർദ്ദേശമാണ്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല നമ്മളെ ആവശ്യം. എന്നാൽ അത് സ്വകാര്യ ആൾക്ക് കൊടുക്കണ്ട. ഒന്നുകിൽ അത് ടൂറിസം വകുപ്പിനോ, അതല്ലെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തിനോ, അതല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ നിന്നുകൊണ്ട് വേറെ ആർക്കെങ്കിലും ലീസിനോ ഒക്കെ കൊടുക്കാനോ അത് ചെയ്യാം. ഇതിന്റെ ഭാഗമായിട്ട് അപ്പോഴും ഇത് സുരക്ഷിതത്വമൊക്കെ ഉണ്ടാവും. ഇത് വനവുമായി ബന്ധപ്പെടാത്ത ഒരു സ്ഥലം, ആ സ്ഥലം എടുത്തിട്ട് വനം വകുപ്പ് ഏറ്റെടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് ഇനി പട്ടയം കിട്ടണോ, ഒരു NOC വേണം. ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണോ, NOC വേണം. വേറെ എന്തെങ്കിലും രീതിയിൽ വീട് വെക്കണോ, വനം വകുപ്പിന്റെ NOC വേണം. ആ ഉള്ള വനം കൊണ്ട് തന്നെ നമ്മൾ പൊറുതി മുട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പൊ പുതിയ സാധനം എടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവരെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളും സഹകരണവും ഇങ്ങോട്ട് തരൂല. ഇത് അങ്ങോട്ടാണ് കൂട്ടിലായ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല. അതൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തിനെതിരെ ഗ്രാമപഞ്ചായത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് സർക്കാരിലേക്ക് സമ്മർദ്ദം എത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് അത് ഒഴിവാക്കണം എന്നാണ്. അതൊരു പ്രമേയം ഈ പറയുന്ന യോഗത്തിൽ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നിലവിൽ ഇത് വനം വകുപ്പിന്റെ ഭൂമിയാണെന്നും അതിനാൽ തന്നെ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് പ്രവേശിച്ചാൽ കേസെടുക്കുമെന്നും ചടങ്ങിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീം പറഞ്ഞു. ആരുടെയും കൈവശ ഭൂമിയല്ല, ആ റവന്യൂ ഭൂമിയാണെന്ന് മൂപ്പര് പറഞ്ഞ റവന്യൂ എന്തായാലും സർക്കാർ ഭൂമിയാണ്. ആ ഭൂമിയിലെ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ട് ഡിക്ലറേഷൻ ചെയ്തത് ഈ കഴിഞ്ഞ മാസമാണ്. അത് ഗവൺമെന്റ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലറേഷൻ ചെയ്തു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ അത് ആൾക്കാർ തോന്നുമ്പോൾ കയറി തീയിടുകയും കത്തിക്കുകയും ഇഷ്ടംപോലെ അനാശാസ്യ പരിപാടികൾ നടത്തുന്നുണ്ട്. അതിന് പകരം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്കോ ടൂറിസം പോലെ കൊണ്ടുവന്ന് ജനങ്ങളെ ട്രക്കിങ്ങും ഈ പറഞ്ഞ പോലെ ടൂറിസമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആക്കാനും സൗകര്യം ജനങ്ങൾക്ക് 10 രൂപ എന്താ പറയുക നിയമപരമായിട്ട് ഫണ്ടിങ് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് അവിടെ പ്ലാൻ ചെയ്തത്. അത് തീരുമാനം സർക്കാരിൻ്റെയാണ്. ആ ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ആണ്, അത് വെസ്റ്റേൺ ഫോറസ്റ്റ് ആണ്. അവിടെ അനുമതി ഇല്ലാതെ കയറിയാൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഡയറക്ഷൻ. ഇത്രയാണ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇക്കോ ടൂറിസത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പറഞ്ഞ അത്യാവശ്യം ഡെവലപ്മെന്റ്സ് വരും. ഈ പറഞ്ഞ ട്രക്കിംഗ് സംവിധാനം നിയമപരമായിട്ട് സാധിക്കും. അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളും അത് ചെയ്യും. വനം വകുപ്പ് നടപടി മലയോര കർഷകർക്ക് എതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് ചാലിയാർ പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ പ്രവീൺ, ബീന ജോസഫ്, CB അമ്പാട്ട് എന്നിവർ കുറ്റപ്പെടുത്തി. വാളത്തോട് നായാടംപൊയിൽ കുരിശുമല പ്രദേശം ഒരിക്കലും ഒരു വനഭൂമിയാക്കി മാറ്റാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് ഇതൊരു പ്രക്ഷോഭമാക്കി മാറ്റി അത് വനഭൂമിയാക്കാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികൾക്കും ഞാൻ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും. നിലവിൽ ഈ വനം വകുപ്പ് കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ കുരിശുമല EFL ആയി പ്രഖ്യാപിക്കാനുള്ള നടപടി അവർ സ്വീകരിച്ചത്. എന്ത് വില കൊടുത്തും അവിടുത്തെയും ഇവിടുത്തെയും ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനെ ഏകകണ്ഠമായി പ്രതിരോധിക്കണമെന്നാണ് എനിക്ക് ഇതിനായി അഭിപ്രായം പറയാനുള്ളത്. സാധാരണഗതിയിൽ റവന്യൂ ഭൂമി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചതിന് അതിലൊറ്റ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. അതിന് ഈ വാളന്തോട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുരിശുമലയോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഈ ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനോട് ചേർന്നു. വനം വകുപ്പ് നടപടിക്കെതിരെ മലയോരത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശവും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗവും അകമ്പാടം വില്ലേജ് പരിധിയിൽപ്പെട്ടതുമായ 35.5 ഹെക്ടർ സ്ഥലവും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി വില്ലേജിൽപ്പെട്ട 2.5 ഹെക്ടർ ഉൾപ്പെടെ 38 ഹെക്ടർ സ്ഥലമാണ് കഴിഞ്ഞ ഫെബ്രുവരി 18-ന് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ കൺസർവേറ്റർ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനം ഇറക്കിയത്. ഇതോടെ ഈ സ്ഥലത്തിൽപ്പെട്ട കുരിശുമലയിലേക്ക് നിരോധനവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ട കുരിശുമലയിലേക്ക് ഇതോടെ വനം വകുപ്പ് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മലയോരത്ത് വനം വകുപ്പ് നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്.
വർഷങ്ങളായി ക്രൈസ്തവർ കുരിശുമലയായി ഉപയോഗിക്കുന്ന ഇവിടെ വനഭൂമിയാക്കിയത് ക്രൈസ്തവ സമൂഹത്തിനിടയിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കാനാണ് മലയോര ജനതയുടെ തീരുമാനം. എ+ വിഷൻ, ചാലിയാർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.